നിന്നെ കാണാൻ ഭംഗിയില്ല, നീളമില്ല, ചൊർക്കില്ല. ഒരു മനുഷ്യനെ എത്രത്തോളം അയാളുടെ ഹൃദയത്തിൽ കീറി പിന്നെയും കീറാൻ പറ്റും. അതിലും അപ്പുറമായിരുന്നു നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് ചീഞ്ഞു മണക്കുന്നതായിരുന്നു. തട്ടമിട്ടുകൊണ്ട് തന്നെ അവർക്ക് എത്താവുന്ന ഉയരങ്ങളിൽ അവരെത്തുന്നത് കാണാൻ. ഞാൻ ആഷ്ന, മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിലാണ് ഞാൻ പഠിച്ചതും വളർന്നതുമെല്ലാം. ഈ അടുത്ത് എൻ്റെ മാത്സ് അധ്യാപകനായ യൂനുസ് സലീം സാറിനെ കണ്ടു. അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. അന്നും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഷ്നയാണ് ഇന്നും അതെ. ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് അന്നുള്ള ആഷ്നയായിട്ട് ഇന്നും ഞാൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി എടുത്ത എഫേർട്ട് എന്താണ്, അതാണ്. 19ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിയുന്നത്. എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും കല്യാണം കഴിച്ചപ്പോൾ എന്നാൽ പിന്നെ ഞാനും കല്യാണം കഴിച്ചു കളയാം എന്ന് കരുതി ആഗ്രഹിച്ച് കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആഫ്റ്റർ മാരേജ് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു സ്പേസോ അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റിയോ ഇല്ലായിരുന്നു. അവിടെ ഞാൻ മറ്റൊരാളാകേണ്ടി വന്നു. ഏകദേശം ഒരു 5 വർഷത്തോളം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ അതിനിടയിൽ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നു, കുഞ്ഞ് മരിക്കുന്നു, രണ്ടാമതും ഒരു കുഞ്ഞുണ്ടാകുന്നു, നെബ എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് ന്യൂസ് എന്നാണ്. അവൾ ജനിച്ചതോടുകൂടി എൻ്റെ ലൈഫാകെ ചേഞ്ച് ആവുകയാണ്. ഞാൻ ചിന്തിക്കുന്നു, ഇതല്ലല്ലോ ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. സ്കൂളുകളിലായാലും കോളേജുകളിലായാലും എൻ്റെ കല്യാണ ദിവസം വരെ എനിക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റുകൾ കിട്ടിയൊരു ദിവസം. അന്ന് എനിക്ക് ഏറ്റവും നന്നായിട്ട് എൻ്റെ നാട്ടിലെ ആളുകൾ തന്നൊരു ഗിഫ്റ്റ് അതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഞാൻ കോളേജിൽ പോകുന്നു, നാട്ടിലുള്ള ആളുകളെല്ലാം കാണുന്നു, പക്ഷേ അവരോട് ഞാൻ മിണ്ടാറില്ല, അവരെന്നോട് മിണ്ടാറില്ല, കമൻ്റ് അടിക്കാറില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കിട്ടിയ ഗിഫ്റ്റ് അതായിരുന്നു. ആ ദിവസം ഞാൻ തിരിച്ചറിയാണ്, നാട്ടുകാർക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണ്, അധ്യാപകർക്ക് ഞാൻ കണ്ണിലുണ്ണിയാണ്, സുഹൃത്തുക്കൾക്ക് ഞാൻ പ്രിയങ്കരിയാണ്. പക്ഷേ ഞാൻ തിരിച്ചറിയാണ്, കുറച്ചു പേരാൽ മാത്രം ഞാൻ വേദനിക്കുന്നു. എന്തുകൊണ്ട്? ആ ഒരു ചോദ്യത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു, ഇതല്ല ഞാൻ. പണ്ടുണ്ടായിരുന്ന ഒരു ഞാനുണ്ടായിരുന്നു. ആ എന്നിലോട്ട് തിരിഞ്ഞു പോകാനായി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹം എനിക്കൊരു ഇലക്ട്രിക് സ്വിങ് മെഷീൻ വാങ്ങിത്തരാണ്. അവിടുന്ന് അങ്ങോട്ട് എനിക്ക് സ്റ്റിച്ചിങ്ങോ അല്ലെങ്കിൽ ഒന്നും അറിയില്ല. പക്ഷേ എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ്റെ ഭാര്യയായ കുഞ്ഞുമോൾ, അവൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു, ആഷ്നാത്ത ഒരു ഡ്രസ്സ് വേണം അവളുടെ കസിനിലെ 2 കുട്ടികൾക്കും. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എനിക്കൊരു വശവുമില്ലാത്ത ഒരു ലോകത്തോട്ട് വരികയാണ്. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം, അയ്യോ എനിക്ക് അറിയില്ലല്ലോ, എനിക്ക് എത്രയും വശമില്ല. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു, ആഷ്നാത്ത നിങ്ങൾ നിങ്ങൾക്ക് കഴിയും. അന്നും ഇന്നും ഞാൻ അടിവരയിട്ടൊരു വാക്കാണ്, നിങ്ങൾ നിങ്ങൾക്ക് കഴിയും. അവിടുന്ന് അങ്ങോട്ട് ഒരു മൗത്ത് ടു പബ്ലിസിറ്റി ആയിരുന്നു. അവളുടെ സുഹൃത്തുക്കൾ, കസിൻസ്, അങ്ങനെ ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പേരിടാം. അങ്ങനെ എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, നമുക്ക് ഒരുപാട് പേരുകൾ മനസ്സിലൂടെ കടന്നുപോയെങ്കിലും ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഷാൻ കളേഴ്സ് എന്നിടാം. ഷാൻ ഈസ് മൈ പെറ്റ് നെയിം ആൻഡ് കളേഴ്സ് ഈസ് മൈ ഡ്രീം. അവിടുന്ന് അങ്ങോട്ട് ആസ് എ ഡിസൈനർ എല്ലാവരുടെയും ആഗ്രഹമാണ് സെലിബ്രിറ്റീസിൻ്റെ കോസ്റ്റ്യൂം ചെയ്യാൻ പറ്റുക. ഞാൻ ഒത്തിരി സെലിബ്രിറ്റീസിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തു വർക്ക് ചെയ്തു. അതിനിടയിൽ ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഞാൻ ഒരു 4 ആളുകളുടെ മുമ്പിലിരുന്ന് കരയാണ്. അവരെന്നെ വാക്കുകൾ കൊണ്ടാണ് വേദനിപ്പിക്കുന്നത്. വാക്കുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വാക്കുകൾക്ക് കടാരയേക്കാൾ മൂർച്ചയായിരുന്നു. ഒരു കടാരം നമ്മുടെ കഴുത്തിലിങ്ങനെ ആഴത്തിൽ കുത്തിയിറക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്, അതിലും അപ്പുറമായിരുന്നു. അവരുടെ മുമ്പിലിരുന്ന് ഞാൻ കരയാണ്, പൊട്ടിക്കരയാണ്. പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കരയുന്ന എൻ്റെ ഹൃദയം പൊട്ടിയിട്ടായിരുന്നു. അവരെന്നോട് പറയുന്ന വാക്കുകൾ അത്രയും എനിക്ക് കേൾക്കാൻ ഒരാളുടെ മനസ്സിലും കേൾക്കാൻ കഴിയാത്ത അത്രയും മൂർച്ചയുള്ള വാക്കുകളായിരുന്നു. അവരെന്നോട് പറഞ്ഞത്, നിന്നെ കാണാൻ ഭംഗിയില്ല, നീളമില്ല, ചൊർക്കില്ല, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് ചീഞ്ഞു മണക്കുന്നതായിരുന്നു. ഒരു മനുഷ്യനെ എത്രത്തോളം അയാളുടെ ഹൃദയത്തിൽ കീറി പിന്നെയും കീറാൻ പറ്റും. അതിലും അപ്പുറമായിരുന്നു ആ വാക്കുകൾ. ഞാൻ അവരുടെ മുമ്പിലിരുന്ന് കരഞ്ഞു. പക്ഷേ ആ ദിവസം ഞാനൊരു ഡിസിഷൻ എടുത്തു. ഇന്ന് 4 ആളുകളുടെ മുമ്പിലിരുന്നാണ് ഞാൻ കരഞ്ഞത്. പക്ഷേ 40 ആളെ കൊണ്ട് എനിക്ക് വേണ്ടി കൈയടിപ്പിക്കുന്ന ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയെടുക്കുമെന്ന് ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. 40 അല്ല, 40,000 അല്ല, ലക്ഷം, മില്യൺ ആളുകളായിരിക്കും എനിക്ക് വേണ്ടി കൈയടിക്കുക. അറ്റ് ദ സെയിം ടൈം ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് വളരെ കാഷ്വലായിട്ട് എൻ്റെ ഉപ്പ ഒരു കാര്യം പറഞ്ഞു. ഉപ്പ പറഞ്ഞത്, നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഉപ്പ പറഞ്ഞത്,
എൻ്റെ ആഷ്നയെ ഈ തൊട്ടടുത്ത ബാലവാടിയിൽ കൊണ്ടുപോയിട്ട് ചേർത്ത് അവിടുന്ന് അങ്ങോട്ട് ഓരോ ക്ലാസ്സിലും ഞാൻ ഏറ്റവും ബ്രില്യൻ്റ് ആയിരുന്നു എന്ന് എൻ്റെ ഉപ്പ പറഞ്ഞ സമയത്ത്, ഞാൻ കല്യാണം കഴിച്ചു, എനിക്ക് 5 വയസ്സായ ഒരു മകളുള്ളപ്പോഴാണ് ഉപ്പ പറഞ്ഞ്. ആ സമയം ഞാൻ ചിന്തിച്ചു, ഉപ്പ ഒരു റിട്ടയർഡ് ഫാർമസിസ്റ്റാണ്, SPO ആയിട്ട് വയനാട് DMO എന്ന ഉപ്പ റിട്ടയർഡ് ചെയ്ത്. ഒരുപാട് ഡോക്ടേഴ്സിനെയും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടോ. പക്ഷെ ഉപ്പ പറഞ്ഞത് സാധാരണക്കാരനായ ഉപ്പയുടെ മകളായ എന്നെക്കുറിച്ചായിരുന്നു. ആ സമയം ഞാൻ ചിന്തിച്ചു, ഉപ്പയുടെ മനസ്സിൽ ഇപ്പോഴും ആ പഠിക്കുന്ന സമയത്തുള്ള സ്മാർട്ടായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, പക്ഷെ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഈ ഡിസൈനിങ്ങിൽ നിന്നുകൊണ്ട് എത്താവുന്ന ഉയരങ്ങളിൽ എത്തണം. എനിക്ക് 2 മക്കളുണ്ട്, നബിയും നൈസയും. അവർ 9 വയസ്സായി, ഒരാൾ 1 വയസ്സായി. പക്ഷേ എൻ്റെ മനസ്സിൽ അവരൊരു എത്താവുന്ന ഉയരങ്ങളിൽ എത്തണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. ഒരു മലാല യൂസഫ്സായിയൊക്കെ പോലെ തട്ടമിട്ടുകൊണ്ട് തന്നെ അവർക്ക് എത്താവുന്ന ഉയരങ്ങളിൽ അവരെത്തുന്നത് കാണാൻ. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, എൻ്റെ അച്ഛനും അമ്മയും കുട്ടിക്കാലത്ത് അവർ കണ്ട സ്വപ്നങ്ങളുടെ ഒരു ഭാഗമായിരിക്കാം ഇത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ വേദനിപ്പിച്ചവരുടെ വാക്കുകളും എന്നെ പ്രചോദിപ്പിച്ചവരുടെ വാക്കുകളും എനിക്ക് പ്രചോദനമാണ്. എൻ്റെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ഞാൻ കരുതിയൊരു വ്യക്തി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ആളുകൾ എടുത്തു വന്നിട്ട് പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന്. ആ സമയം ഞാനത് സ്റ്റക്കായിപ്പോയി. അയ്യോ എനിക്കോ? എൻ്റെ ഉമ്മ പറയാറുണ്ട്, ഏറ്റവും നന്നായി ആളുകളോട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ബിസിനസ് ഇത്രയും ഭംഗിയാക്കാൻ പറ്റിയത്. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അനിയന് കല്യാണം ആലോചിക്കുന്ന സമയത്ത് ആ വീട്ടിലെ സ്ത്രീകളെടുത്ത് സംസാരിക്കാനുള്ള ആ ദൗത്യം എന്നെയാണ് ഏൽപ്പിച്ചത്. വീട്ടിൽ ഏട്ടന്മാരുടെ ഭാര്യമാരും ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടായിട്ടും ഉപ്പ അത് എന്നെയാണ് ഏൽപ്പിച്ചത്. അപ്പോൾ പിന്നെ ഞാൻ കരുതി, എന്തുകൊണ്ടായിരിക്കും ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞത്? അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, അവരുടെ ഉദ്ദേശം എന്നെ തളർത്തുക എന്നുള്ളതായിരുന്നു. അന്ന് ഞാൻ എൻ്റെ സ്റ്റാറ്റസിനകത്തൊരു കാര്യം കുറിച്ചു. ചിലർ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയും, പക്ഷേ നിങ്ങളുടെ സംസാരം കേൾക്കാൻ ആളുകൾ കാത്തിരിക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി നിങ്ങൾ സ്വപ്നം കാണും. ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, എൻ്റെ സംസാരം കേൾക്കാനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. എൻ്റെ സംസാരം കേൾക്കാനാണ് ജോഷ് ടോക്ക് എന്നെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ ചുറ്റുമുള്ള ആളുകൾ എപ്പോഴും നമ്മളെക്കുറിച്ച് എത്ര നമ്മളെ തളർത്താൻ പറ്റും അങ്ങനെയുള്ള രൂപത്തിലായിരിക്കും. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എന്താണ് എന്ന് തിരിച്ചറിയുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ആകാശത്തോളം സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പായിരിക്കും. ആകാശത്തോളം സ്വപ്നം കണ്ടാൽ മലയോളം കിട്ടും, മലയോളം സ്വപ്നം കണ്ടാൽ കുന്നോളം കിട്ടും, കുന്നോളം സ്വപ്നം കണ്ടാൽ മൺകൂനയോളം കിട്ടും, മൺകൂനയോളം സ്വപ്നം കണ്ടാൽ മൺതരിയെങ്കിലും കിട്ടും. ആകാശത്തോളം തന്നെ സ്വപ്നം കണ്ടോളൂ. ദാറ്റ്സ് വൈ ഐ ആം ഹിയർ ടുഡേ. സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് അഹെഡ് ഈസ് സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നാണ്. സോ നിങ്ങൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ അതിൻ്റെ വഴിക്ക് എന്തായാലും കൊണ്ടുപോകും, അതിൽ ഒട്ടും സംശയമില്ല. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് പറയുന്നു ഒന്നും നിങ്ങൾ നോക്കണ്ട, എന്തായാലും അവരെന്തെങ്കിലും പറയും. അതുകൊണ്ട് നിങ്ങളിലോട്ട് മാത്രം തിരിഞ്ഞു നോക്കുക, നിങ്ങളെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി മുന്നോട്ട് പോകുക. വിജയം ഉറപ്പായിരിക്കും, അതിലൊട്ടും സംശയമില്ല. നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി. ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത്. എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു. എങ്ങനെ ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു. എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ, ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ 1000-ലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് യുവർ ഫ്രീ ട്രയൽ ടുഡേ.